ഇടതുപക്ഷവും വലതുപക്ഷവും പൊളിറ്റിക്സിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന രണ്ട് വാക്കുകളാണ്. എന്താണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം? എന്താണ് ഇവരുടെ ആശയങ്ങൾ? നമുക്ക് നോക്കാം. ഏതൊരു കാര്യത്തിന്റെയും റൂട്ട് കോസ് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അതിന്റെ ചരിത്രത്തിലേക്ക് പോകണം. ഈ ലെഫ്റ്റ് റൈറ്റ് എന്ന കോൺസെപ്റ്റ് വരുന്നത് ഇന്ന് നിലനിന്നുമല്ല. ഇതിന് ഏകദേശം 200 വർഷത്തിലധികം പഴക്കമുണ്ട്. കൃത്യമായി പറഞ്ഞാൽ 1789 നടന്ന ഫ്രഞ്ച് റവല്യൂഷന്റെ സമയത്താണ് ഈ വേർഡ്സ് ആദ്യമായി ഉപയോഗിച്ചു തുടങ്ങുന്നത്. ആ സമയത്ത് ഫ്രാൻസിൽ ഒരു നാഷണൽ അസംബ്ലി ഉണ്ടായിരുന്നു. അതായത് ഇന്നത്തെ നമ്മുടെ പാർലമെന്റ് പോലെയൊക്കെ ഒരു സിസ്റ്റം. അവിടെ രാജാവിന്റെ റൈറ്റ് സൈഡിൽ ഇരുന്നത് പഴയ സിസ്റ്റത്തെയും രാജാവിനെയും സപ്പോർട്ട് ചെയ്ത ആളുകളായിരുന്നു. എന്നാൽ രാജാവിന്റെ റൈറ്റ് സൈഡിൽ ഇരുന്നത് മാറ്റം ആഗ്രഹിച്ച ആളുകളായിരുന്നു. രാജാവിന് മാത്രം എല്ലാ പവറും പോരാ, ജനങ്ങൾക്കും പവർ വേണം, ഇക്വാളിറ്റി വേണം, സിസ്റ്റം മൊത്തത്തിൽ ചേഞ്ച് ചെയ്യണം എന്ന് വാദിച്ചവർ. അവിടെ നിന്നാണ് പൊളിറ്റിക്സിൽ ലെഫ്റ്റ് എന്നും റൈറ്റ് എന്നുമുള്ള ക്ലാസിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്നത്തെ ആ സീറ്റിംഗ് അറേഞ്ച്മെന്റ് പിന്നീട് ഗ്ലോബലി പൊളിറ്റിക്കൽ ഐഡിയോളജിയുടെ പേരായി മാറി. ഇനി നമുക്ക് ലെഫ്റ്റ് വിങ്ങിന്റെയും റൈറ്റ് വിങ്ങിന്റെയും വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ഇടതുപക്ഷം അല്ലെങ്കിൽ ലെഫ്റ്റ് വിങ് എന്താണെന്ന് മനസ്സിലാക്കാം. ലെഫ്റ്റ് വിങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇക്വാലിറ്റി അല്ലെങ്കിൽ സമത്വമാണ്. സമൂഹത്തിലുള്ള എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടണമെന്ന് ഇവർ വാദിക്കുന്നു. ഇവിടെ ധനികനെന്നും പാവപ്പെട്ടവനെന്നുമുള്ള ഗ്യാപ്പ് കുറയ്ക്കണം എന്നതാണ് ഇവരുടെ മെയിൻ എയിം. അതിനായി ഗവൺമെന്റ് ആക്റ്റീവായി ഇടപെടണം എന്ന് ഇവർ വിശ്വസിക്കുന്നു. ഉദാഹരണത്തിന് എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, പബ്ലിക് ട്രാൻസ്പോർട്ട് ഇതൊക്കെ എല്ലാവർക്കും സൗജന്യമായോ അല്ലെങ്കിൽ തുച്ഛമായ ചെലവിലോ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യണം. വൻകിട ബിസിനസ്സുകാരുടെയും കോർപ്പറേറ്റുകളുടെയും മേൽ ഉയർന്ന ടാക്സ് ചുമത്തണം. ആ പണം ഉപയോഗിച്ച് സാധാരണക്കാർക്ക് വെൽഫെയർ സ്കീംസ് നടപ്പിലാക്കണം. സോഷ്യൽ ചേഞ്ചസിനെ ഇവർ എപ്പോഴും വെൽക്കം ചെയ്യും. LGBTQ അവകാശങ്ങൾ, സപ്പോർട്ട് ഫോർ മൈനോറിറ്റീസ്, വിമൻ എംപവർമെന്റ് തുടങ്ങിയ കാര്യങ്ങൾ ഇവർ എപ്പോഴും പ്രോഗ്രസീവായ നിലപാടുകൾ എടുക്കും. ചുരുക്കത്തിൽ പറഞ്ഞാൽ ചേഞ്ച്, റീഫോംസ്, പിന്നെ ഗവൺമെന്റ് കൺട്രോൾ എന്നിവയാണ് ലെഫ്റ്റിന്റെ മെയിൻ പില്ലേഴ്സ്. വലതുപക്ഷത്തിന്റെ ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, റൈറ്റ് വിങ് ഐഡിയോളജി നിലനിൽക്കുന്നത് ട്രഡീഷൻ, ഫ്രീ മാർക്കറ്റ്, വ്യക്തി സ്വാതന്ത്ര്യം എന്നീ കാര്യങ്ങളിലാണ്. ഇവർ വിശ്വസിക്കുന്നത് ഗവൺമെന്റ് ബിസിനസ്സിലും ആളുകളുടെ പേഴ്സണൽ ലൈഫിലും അധികം ഇടപെടരുത് എന്നാണ്. ഫ്രീ ക്യാപിറ്റലിസമാണ് ഇവരുടെ ലൈൻ. ഒരാൾ ഹാർഡ് വർക്ക് ചെയ്ത് കാശുണ്ടാക്കിയാൽ അത് അയാളുടെ കഴിവാണ്. അതിൽ നിന്നും വലിയൊരു തുക ടാക്സായി ഗവൺമെന്റ് പിരിച്ചു പറിക്കരുത്. ക്യാപിറ്റലിസവും പ്രൈവറ്റ് ബിസിനസ്സുകളും വളരുമ്പോൾ കോമ്പറ്റീഷൻ കൂടും. അത് ആത്യന്തികമായി രാജ്യത്തിന് സാമ്പത്തിക വളർച്ച ഉണ്ടാക്കും. അതുകൊണ്ട് കമ്പനികൾക്ക് കുറഞ്ഞ ടാക്സും കൂടുതൽ ബിസിനസ് ഫ്രീഡവും കൊടുക്കണം എന്ന് ഇവർ പറയുന്നു. അതുപോലെ തന്നെ റൈറ്റ് വിങ് എപ്പോഴും നാഷണലിസത്തിനും നാഷണൽ സെക്യൂരിറ്റിക്കും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കും. സ്വന്തം കൾച്ചർ, റിലീജിയൻ, ഫാമിലി വാല്യൂസ്, പാരമ്പര്യം എന്നിവ സംരക്ഷിക്കപ്പെടണമെന്ന് ഇവർ വാദിക്കുന്നു. പെട്ടെന്നുള്ള സോഷ്യൽ ചേഞ്ചസിനോട് ഇവർക്ക് വലിയ താല്പര്യം കാണില്ല. ട്രഡീഷണൽ നോംസ് ഫോളോ ചെയ്യാനാണ് ഇവർക്ക് കൂടുതൽ താല്പര്യം. നമുക്കിത് കുറച്ചുകൂടി വ്യക്തമാകാൻ ചില ഗ്ലോബൽ എക്സാമ്പിൾസ് എടുക്കാം. അമേരിക്കൻ പൊളിറ്റിക്സ് നോക്കിയാൽ അവിടെ പ്രധാനമായും രണ്ട് പാർട്ടികളാണുള്ളത്, ഡെമോക്രാറ്റിക് പാർട്ടി ആൻഡ് റിപ്പബ്ലിക്കൻ പാർട്ടി. ഡെമോക്രാറ്റുകൾ പൊതുവെ സെന്റർ ലെഫ്റ്റ് നിലപാടുകളാണ് എടുക്കാറുള്ളത്. അവർ ടാക്സ് വർദ്ധിപ്പിച്ച് സൗജന്യ ഹെൽത്ത് കെയർ നൽകുന്നതിനെയും ഗേ മാരേജ് സപ്പോർട്ട് ചെയ്യുന്നതിനെയും ക്ലൈമറ്റ് ചേഞ്ചിനെതിരെ ശക്തമായ നിയമങ്ങൾ കൊണ്ടുവരുന്നതിനെയും അനുകൂലിക്കുന്നു. എന്നാൽ റിപ്പബ്ലിക്കൻ പാർട്ടി കൃത്യമായ റൈറ്റ് വിങ് അല്ലെങ്കിൽ കൺസർവേറ്റീവ് പാർട്ടിയാണ്. ഡൊണാൾഡ് ട്രംപിനെയൊക്കെ അതിന്റെ എക്സ്ട്രീം ഫേസ് ആയി കാണാം. ബിസിനസ്സുകാർക്ക് ടാക്സ് കുറയ്ക്കുക, ബോർഡർ സെക്യൂരിറ്റി സ്ട്രിക്റ്റ് ആക്കുക, പരമ്പരാഗതമായ അമേരിക്കൻ വാല്യൂസ് സംരക്ഷിക്കുക എന്നതാണ് അവരുടെ അജണ്ട. ഇനി നമുക്ക് ഇന്ത്യയുടെ കോണ്ടെക്സ്റ്റിലേക്ക് വരാം. നമ്മുടെ നാട്ടിലെ പൊളിറ്റിക്സ് പാശ്ചാത്യ രാജ്യങ്ങളെ അപേക്ഷിച്ച് കുറച്ചുകൂടി കോംപ്ലക്സ് ആണ്. ഇവിടെ ലെഫ്റ്റും റൈറ്റും കൃത്യമായി വേർതിരിക്കാൻ ചില സമയത്ത് ബുദ്ധിമുട്ടാണ്. എങ്കിലും ജനറൽ ഐഡിയോളജി വെച്ച് നോക്കാം. ഇന്ത്യയിലെ ലെഫ്റ്റ് വിങ് എന്ന് പറയുമ്പോൾ CPM, CPIM തുടങ്ങിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് മെയിനായി വരുന്നത്. ഇവർ തൊഴിലാളി അവകാശങ്ങൾ, ലാൻഡ് റീഫോംസ്, പബ്ലിക് സെക്ടർ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്നതിനെതിരെയുള്ള സമരം എന്നിവയ്ക്ക് മുൻഗണന നൽകുന്നു. അതുപോലെ റൈറ്റ് വിങ് ഐഡിയോളജി പ്രതിനിധീകരിക്കുന്നത് BJP, ശിവസേന തുടങ്ങിയ പ്രസ്ഥാനങ്ങളാണ്. ഇവർ നമ്മുടെ രാജ്യത്തിന്റെ സാംസ്കാരിക ദേശീയത, പാരമ്പര്യ മൂല്യങ്ങൾ, ശക്തമായ പ്രതിരോധ നയം, പ്രൈവറ്റൈസേഷൻ എന്നിവയെ സപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ കോൺഗ്രസ്, ആം ആദ്മി പാർട്ടി തുടങ്ങിയ പാർട്ടികൾ സെന്റർ ലെഫ്റ്റ് പൊസിഷനിലാണ് നിൽക്കുന്നത്. അതായത് എല്ലാ കാര്യത്തിലും ഒരു ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റ് എക്സ്ട്രീമിലേക്ക് പോകാതെ രണ്ടിന്റെയും മിക്സായ നയങ്ങൾ സ്വീകരിക്കുന്നവർ.
ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഇതിലേതാണ് ശരി, ലെഫ്റ്റോ അതോ റൈറ്റോ? സത്യത്തിൽ ഇതിനൊരു ഉത്തരം ഒറ്റ വാക്കിൽ പറയാൻ കഴിയില്ല. പൂർണ്ണമായും ലെഫ്റ്റ് ആയ ഒരു സിസ്റ്റമോ അല്ലെങ്കിൽ പൂർണ്ണമായും റൈറ്റ് ആയ ഒരു സിസ്റ്റമോ ഇന്ന് ഒരു രാജ്യത്തും പെർഫെക്റ്റ് ആയി വർക്ക് ചെയ്യില്ല. എക്സ്ട്രീം ലെഫ്റ്റിലേക്ക് പോയാൽ വ്യക്തി സ്വാതന്ത്ര്യം നഷ്ടപ്പെടും, ഇക്കണോമി ഫ്ലോപ്പ് ആകും. ഹിസ്റ്ററിയിൽ നമ്മൾ അത് സോവിയറ്റ് യൂണിയന്റെ വീഴ്ചയിലൂടെ കണ്ടതാണ്. അതുപോലെ തന്നെ എക്സ്ട്രീം റൈറ്റിലേക്ക് പോയാൽ ഫാസിസവും ഫണ്ടമെന്റലിസവും ഉണ്ടാകും. അവിടെ മൈനോറിറ്റീസ് വേട്ടയാടപ്പെടും. സമ്പത്ത് മുഴുവൻ കുറച്ച് കോർപ്പറേറ്റുകളുടെ കയ്യിൽ മാത്രമായി ഒതുങ്ങും. പാവപ്പെട്ടവൻ കൂടുതൽ പാവപ്പെട്ടവനാകും. അതുകൊണ്ട് തന്നെ ലോകത്തിലെ മിക്ക ഡെവലപ്ഡ് കൺട്രീസും ഇന്ന് ഫോളോ ചെയ്യുന്നത് ഒരു ബാലൻസ്ഡ് അപ്രോച്ചാണ്. അതായത് ബിസിനസ്സുകൾ വളരാൻ ഫ്രീ മാർക്കറ്റും ക്യാപിറ്റലിസവും വേണം. അതേസമയം പാവപ്പെട്ടവരെ സംരക്ഷിക്കാൻ സർക്കാരിന്റെ വെൽഫെയർ സ്കീംസും വേണം. നമ്മൾ ഒരു പൗരൻ എന്ന നിലയിൽ മനസ്സിലാക്കേണ്ടത് ഒരു പാർട്ടിയുടെ ലേബൽ നോക്കിയല്ല നമ്മൾ വോട്ട് ചെയ്യേണ്ടത്. പകരം അവർ മുന്നോട്ട് വെക്കുന്ന പോളിസികൾ നമ്മുടെ നാടിനും സമൂഹത്തിനും എത്രത്തോളം ഗുണം ചെയ്യും എന്ന് നോക്കിയാണ്. ഒരു വശത്ത് ഇക്വാളിറ്റിയും സോഷ്യൽ ജസ്റ്റിസും പ്രധാനമാണ്, മറുവശത്ത് സാമ്പത്തിക വളർച്ചയും നാഷണൽ സെക്യൂരിറ്റിയും ഒരുപോലെ പ്രധാനമാണ്. ഈ രണ്ടിന്റെയും ശരിയായ ഒരു മിക്സ് എവിടെയാണോ സാധ്യമാകുന്നത്, അവിടെയാണ് ഒരു രാജ്യം സത്യത്തിൽ പ്രോഗ്രസ് ചെയ്യുന്നത്. ഈ കാഴ്ചപ്പാടുകളെ കൃത്യമായി അനലൈസ് ചെയ്യുക, എന്നിട്ട് സ്വന്തമായി ഒരു ഒപ്പീനിയൻ ഡെവലപ്പ് ചെയ്യുക. അതാണ് ഒരു ബോധമുള്ള പൗരൻ ചെയ്യേണ്ടത്.